അടുത്ത ദിവസം കുറെ ഉറുമ്പുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ചുമലിൽ സ്ട്രോബെറിയും ചുമന്നുകൊണ്ട് വരികയായിരുന്നു. ഉറുമ്പ് റാണി അവരുടെ മുന്നിൽ നടന്നു. ഉറുമ്പ് സംഘം അവരുടെ കൂടിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ പുൽച്ചാടി അവിടെ പറന്നു വന്നു. ആഹാ, ഇന്ന് നല്ല സ്ട്രോബെറി തിന്നാൻ കിട്ടുമല്ലോ. പുൽച്ചാടി രഹസ്യമായി വന്ന് സ്ട്രോബെറി തിന്നാൻ തുടങ്ങി. ഹായ്, എന്ത് നല്ല സ്വാദാണ്. അങ്ങനെ രസിച്ച് പുൽച്ചാടി സ്ട്രോബെറി പതുക്കെ തിന്നാൻ തുടങ്ങി. എന്നാൽ അവരുടെ ആഹാരം പുൽച്ചാടി തിന്നുന്ന കാര്യം ഉറുമ്പുകൾ അറിഞ്ഞതേയില്ല. അവർ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. എന്റെ സഹോദരി, ഈ സ്ട്രോബെറിയുടെ ഭാരം കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെങ്ങനെയാണ് ഈ ഭാരം കുറഞ്ഞു വരുന്നത്? ഉറുമ്പുകൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ റാണി തിരിഞ്ഞുകൊണ്ടിങ്ങനെ പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുവരുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ ഉറുമ്പുകളുടെ ചുമലിൽ സ്ട്രോബെറിയുടെ തോല് മാത്രമേ ഉള്ളൂ എന്നവൾ കാണുന്നു. ബാക്കി മുഴുവനും ആ പുൽച്ചാടി തിന്നുകഴിഞ്ഞിരുന്നു. എടാ ദുഷ്ട, നീ പിന്നെയും ഞങ്ങളുടെ ആഹാരം മുഴുവൻ തിന്നു തീർത്തോ? അയ്യോ, ഞാൻ നിങ്ങളുടെയൊക്കെ ഭാരം കുറച്ചു തന്നതല്ലേ. ശരിക്കും നിങ്ങൾ എനിക്കാ നന്ദി പറയേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ നാണമില്ലാതെ പറന്നുയർന്നു പോയി. ഇന്ന് പകുതി പേർക്ക് മാത്രമേ ഈ ഒരു സ്ട്രോബെറി കഴിക്കാൻ കഴിയൂ. ഇന്ന് നമ്മളിൽ പകുതി പേർ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ.